ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി വന്നിട്ട് മീൻ പൊള്ളിച്ചത്. അപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയാലോ? ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ എടുക്കാം. ഞാനിപ്പോൾ ഒരു 2 മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യാനുസരണം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും നമ്മുടെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യാനുസരണം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യാനുസരണം വെളുത്തുള്ളി, കുഞ്ഞുള്ളി, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചട്ടി വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യാനുസരണം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചു നേരം മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വാഴയില കിട്ടുമ്പോഴത്തേക്ക് നമ്മൾക്ക് അതിലേക്ക് കുറച്ച് മസാലയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി, കുറച്ച് വെളുത്തുള്ളി, ആവശ്യാനുസരണം നമ്മുടെ ഇഞ്ചി, ഒരു മീഡിയം സൈസ് ഒരു സവാള എടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചട്ടി വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കറിവേപ്പില ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി, സാരില്ല. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ മിക്സ് ഇതിലേക്ക് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യാനുസരണം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യാനുസരണം മുളക് പൊടി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, എരിവനുസരിച്ച്. അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആവശ്യാനുസരണം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാല ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ 2 വാഴയില ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട്. റോസ് ആക്കി വെച്ച് നമ്മൾക്ക് പൊതിയാൻ ആവശ്യത്തിന് 2 വാഴയില വേണം. വാഴയിലയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് തക്കാളിയും സവാളയും വേണം. അപ്പോൾ നമ്മുടെ സവാള കുനുകുന അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യാനുസരണം മസാല നമുക്ക് തേച്ച് കൊടുക്കാം. ഒരുപാട് മസാലയുടെ ആവശ്യമില്ല, കുറച്ച് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്രൈ ചെയ്ത മീനും കൂടെ ഇട്ട് കൊടുക്കാം. മീൻ ഫ്രൈ ചെയ്തതിന്റെ മുകളിൽ നമ്മുടെ മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയും സവാളയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായി പൊതിഞ്ഞെടുക്കാം. ഒരു ചട്ടി വെച്ച് നന്നായി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കിഴി കെട്ടിയ മീനും കൂടെ അതിലേക്ക് വെച്ച് കൊടുക്കാം. പലർക്കും പല രീതിയായിരിക്കാം വേഗം ചട്ടിയുടെയും പാത്രത്തിൻ്റെയൊക്കെ വ്യത്യാസം കാരണം നമുക്ക് ടൈം കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല.
അപ്പോൾ ഇത് വന്നിട്ട് നന്നായി വാഴയില നന്നായി വാടിയതിന് ശേഷം അടുത്ത വശം മറിച്ചിടുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഫിഷ് നന്നായിട്ട് വെന്തില്ലെങ്കിൽ ഇത് സെറ്റ് ആവില്ല. അപ്പോൾ മീൻ നന്നായിട്ട് വെന്ത് സെറ്റായിട്ട് വരണം. അപ്പോൾ അതുവരെ നിങ്ങൾ വാഴയില നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കിഴി അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് വെക്കുക. ഇപ്പം തന്നെ വായിൽ വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് ഓൺ മൈ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാൻ മറക്കല്ലേ.